ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ അജീഷ് മാസ്റ്ററാണ്. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോണത് ക്ലാസ് 10 CBSE ഫിസിക്സിലത്തെ ചാപ്റ്റർ ലൈറ്റ്. ഈ ചാപ്റ്ററിൽ 2 പാർട്സ് ഉണ്ട്, 2 ഭാഗങ്ങളുണ്ട്. അതിലാദ്യത്തെ ഭാഗം റിഫ്ലക്ഷൻ ആണ്, അടുത്ത ഭാഗമാണ് റിഫ്രാക്ഷൻ. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് റിഫ്രാക്ഷൻ ആണ് കേട്ടോ. റിഫ്രാക്ഷൻ രണ്ടാം ഭാഗം ആയിട്ട് വരുന്ന റിഫ്രാക്ഷൻ ആണ് ഇന്ന് പഠിക്കാൻ പോണത്. അപ്പോൾ വെറുതെ ഇരിക്കരുത്, നോട്ട്ബുക്കും പെന്നൊക്കെ എടുക്കുക. എന്നിട്ട് നോട്ട്സ് ഞാൻ പറഞ്ഞു തരും, അതേപോലെ ആ നോട്ട്സ് എഴുതി കംപ്ലീറ്റ് ചെയ്തോളൂ. അപ്പോൾ നോട്ട്ബുക്ക് എടുക്കുക, എന്നിട്ട് അതിൽ ആദ്യത്തെ നമ്പർ കൊടുക്കട്ട. *1 നമ്പർ കൊടുത്തോ. *1 പഠിക്കേണ്ടത് എന്താണ് റിഫ്രാക്ഷൻ. അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് 2 പോയിന്റ് ആക്കി പഠിക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് പോയിന്റ് എഴുതും, അത് കഴിയുമ്പോൾ സെക്കൻഡ് പോയിന്റും. ആദ്യത്തെ പോയിന്റ് തന്നെ ഡിവൈഡ് ചെയ്ത് പഠിക്കാം. 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാം. ഞാൻ പറയാം, കേട്ടോളൂ. വെൻ ലൈറ്റ് ട്രാവൽസ്, അത് ആദ്യത്തെ ഭാഗമായിട്ട് ഓർത്തു വെക്കണം. ആദ്യത്തെ ഭാഗമാണ് വെൻ ലൈറ്റ് ട്രാവൽസ്. അടുത്ത രണ്ടാം ഭാഗം ഒബ്ലീക്വലി. ഒബ്ലീക്വലി എന്ന് വെച്ചാൽ ചെരിഞ്ഞു വരുന്നതിനെയാണ് ഒബ്ലീക്വലി. ചെരിഞ്ഞു വരുന്നതിനെയാണ് ഒബ്ലീക്വലി എന്ന് പറയാം. അപ്പൊ ഇതുവരെ പറഞ്ഞു വെൻ ലൈറ്റ് ട്രാവൽസ്. അടുത്ത ഭാഗമാണ് ഒബ്ലീക്വലി. ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. മൂന്നാം ഭാഗമാണ് കേട്ടോ. ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം, ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ സെക്കൻഡ് മീഡിയം ചേഞ്ചസ്. അവസാനത്തെ ഭാഗമാണ് ഇപ്പൊ കേട്ടത്. ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് എവിടെ? ഇൻ ദ സെക്കൻഡ് മീഡിയം ചേഞ്ചസ്. ഒന്നുകൂടെ ആദ്യം പറഞ്ഞത് വെൻ ലൈറ്റ് ട്രാവൽസ് എങ്ങനെ? ഒബ്ലീക്വലി, ചെരിഞ്ഞു വരണം. എവിടുന്ന് എങ്ങോട്ട്? ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. ദെൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ സെക്കൻഡ് മീഡിയം ചേഞ്ചസ്. അതായത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടന്നാൽ ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, ലൈറ്റ് വന്ന ഡയറക്ഷനിൽ ചേഞ്ച് ഉണ്ടാവും. ആ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ. ഞാൻ വരച്ചും കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇത് ഗ്ലാസ് ആണെന്ന് വിചാരിച്ചോ കേട്ടാ. ഇവിടെയോ എയർ ആണെന്ന് വിചാരിച്ചോ. ഇപ്പൊ എയർ ഈസ് എ മീഡിയം, ഗ്ലാസ് ഈസ് ഓൾസോ എ മീഡിയം. എന്താ മീഡിയം എന്ന് വെച്ചാൽ എന്താ? ലൈറ്റ് ട്രാവൽ ചെയ്യണ മെറ്റീരിയൽ, ലൈറ്റ് സഞ്ചരിക്കുന്ന മെറ്റീരിയൽ. ആ മെറ്റീരിയലിനെ ക്യാൻ ബി കോൾഡ് മീഡിയം. ഇതിലെ ലൈറ്റ് വരുമ്പോ ലൈറ്റ് ഇങ്ങനെ വരുമ്പോ എയർ ആണ് അവിടുത്തെ മീഡിയം. ലൈറ്റ് ഇതിലൂടെ സഞ്ചരിച്ചാൽ ഗ്ലാസ് ആണ് അവിടുത്തെ മീഡിയം. ഇപ്പൊ ലൈറ്റ് ഇങ്ങനെ വരുമ്പോ ഇവിടെ വെച്ചാ ലൈറ്റ് ബെൻഡ് ചെയ്യും. സെക്കൻഡ് മീഡിയത്തിലേക്ക് കടക്കുമ്പോ ആ ലൈറ്റ് അവിടെ ബെൻഡ് ചെയ്യും. ഈ ഫിനോമിനന്റെ പേരാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഒന്നുകൂടെ കേൾക്കാം. നോട്ട്സ് എഴുതാട്ടാ.
വെൻ എഴുതിക്കോ, ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എഴുതുക. വെൻ ലൈറ്റ് ട്രാവൽസ്, കോമ ഒബ്ലീക്വലി. ഒബ്ലീക്വലി എന്ന് വെച്ചാൽ ചെരിഞ്ഞതാ. ഇതേപോലെ ലൈറ്റ് ചെരിഞ്ഞു വന്നാൽ, അല്ലാതെ നേരെ വരരുത്, ഇതുപോലെ ചെരിഞ്ഞു വന്നാൽ അതാണ് വെൻ ലൈറ്റ് ട്രാവൽസ് ഒബ്ലീക്വലി. എവിടുന്ന് എങ്ങോട്ട്? ഫ്രം എഴുതുക. ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. ദാ ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം, കോമ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. എഴുതിക്കോ, നോട്ടിൽ എഴുതിക്കോ. ദ ഡയറക്ഷൻ ഓഫ്, ഇവിടെ കാണാം, ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ സെക്കൻഡ് മീഡിയം ചേഞ്ചസ്. ഈ മീഡിയത്തിൽ എത്തിയപ്പോ ഇതാ വന്ന ലൈറ്റ് അങ്ങനെ നേരെ പോവേണ്ട ആള് ഇവിടെ വെച്ചതാ ബെൻഡ് ചെയ്തു. അതായത് ഇവിടെ എന്ത് ചേഞ്ച് ചെയ്തു? ലൈറ്റിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ചേഞ്ച് ചെയ്തു. എവിടെ? ഇൻ ദ സെക്കൻഡ് മീഡിയം. ഇപ്പൊ നോട്ട് എഴുതി കംപ്ലീറ്റ് ആക്കി ഉണ്ടാവണം. ഫസ്റ്റ് പോയിന്റ് അതിൽ തന്നെ അത് ഡിവൈഡ് ചെയ്ത് പഠിച്ചോ. ഞാൻ പറയാം. നോട്ടിൽ എഴുതിയ വെൻ ലൈറ്റ് ട്രാവൽസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ 1 അണ്ടർലൈൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ 1 ആദ്യ ഭാഗം എന്ന് എഴുതി ഇതുപോലെ സർക്കിൾ ചെയ്യുക. പിന്നെ ഒബ്ലീക്വലി അണ്ടർലൈൻ ചെയ്യുക. അതിൻ്റെ മുകളിൽ 2, ഇതാണ് അവിടെ വിട്ടുപോകാൻ പാടില്ലാത്ത രണ്ടാം ഭാഗം. പിന്നെന്താ നോട്ടിൽ എഴുതിയേ? ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. അത് അണ്ടർലൈൻ ചെയ്തിട്ട് മൂന്നാമത്തെ ഭാഗമായിട്ട് കൊടുക്കുക ട്ടാ. പിന്നെ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ സെക്കൻഡ് മീഡിയം ചേഞ്ചസ്. അത്രയും അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ 4 എന്ന് എഴുതി സർക്കിൾ ചെയ്യുക. അങ്ങനെ ഒന്നാമത്തെ പോയിന്റ് തന്നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിച്ചോളൂ ട്ടാ. ഒന്നുകൂടെ ഓർത്തോ, ഇപ്പൊ തന്നെ പഠിച്ച് അവസാനിപ്പിക്കാം. എങ്ങനെയാ? വെൻ ലൈറ്റ് ട്രാവൽസ്, ഈ ഫിഗറും കൂടെ മനസ്സിൽ വെച്ചോ. വെൻ ലൈറ്റ് ട്രാവൽസ് എങ്ങനെ വരണം? ഒബ്ലീക്വലി, അല്ലാതെ ഇങ്ങനെ നേരെ വരരുത്, ചെരിഞ്ഞ് ഒബ്ലീക്വലി വന്നാൽ എവിടുന്ന് എങ്ങോട്ട്? ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. അതാണ് അവിടുത്തെ മൂന്നാം ഭാഗം. ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്, ഇതെവിടെ കാണാം? ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് എവിടെ? ഇൻ ദ സെക്കൻഡ് മീഡിയം ചേഞ്ചസ്. ഇങ്ങനെ നേരെ പോവേണ്ടിയിരുന്ന ആള് ഇങ്ങനെ ബെൻഡ് ചെയ്തു. അപ്പൊ അവിടെ കാണാലോ, ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ സെക്കൻഡ് മീഡിയം ചേഞ്ചസ്. ദിസ് ഫിനോമിനൺ ഈസ് കോൾഡ്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് അത് എഴുതി കൺക്ലൂഡ് ചെയ്തോ. ദിസ് ഫിനോമിനൺ ഈസ് കോൾഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, സ്റ്റാർ 1 കഴിഞ്ഞു ട്ടാ. ഈ ഫിഗർ വേണേ ഒന്നും കൂടെ ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടാ. ഒന്നും കൂടെ കുറച്ചുകൂടെ നല്ല ഫിഗറായിട്ട്, വലിയ ഫിഗറായിട്ട് വരച്ച് കാണിച്ചു തരാം. ഇതാണ് ഗ്ലാസ് എന്ന മീഡിയം. ഇവിടെ ആരാ? എയർ എന്ന മീഡിയം. ഈ വരുന്നതാണ് ലൈറ്റ്, അതും എഴുതുന്നുണ്ട്. ഈ വരുന്നതാണ് ലൈറ്റ്. ഇപ്പൊ ഇവിടെ എത്തിയപ്പോ ആ ലൈറ്റ് റേ ദാ ഇങ്ങനെ ബെൻഡ് ചെയ്യും. ഈ ഡയറക്ഷനിൽ വന്ന ആള് ഇങ്ങനെ നേരെ പോവേണ്ട ആളായിരുന്നു. അയാളാണിപ്പോ ദാ ഇതുപോലെ ബെൻഡ് ചെയ്ത് ഇവിടെ ഡയറക്ഷൻ, ഇതാണ് ഇപ്പൊ അതിന്റെ പുതിയ ഡയറക്ഷൻ. ഈ കാണുന്നതാണ് അതിന്റെ പുതിയ ഡയറക്ഷൻ. എവിടെ? ഇൻ ദ സെക്കൻഡ് മീഡിയം.
അപ്പം ആദ്യത്തേനേക്കാളും കുറച്ചും കൂടെ നല്ല ഫിഗർ ഇതാണ്. ഒന്നുകൂടെ കണ്ടോ. ഇതാ ലൈറ്റ് വരുന്നു. എന്നിട്ട് ഇതാ സെക്കൻഡ് മീഡിയത്തിലെത്തിയപ്പോൾ ആ ലൈറ്റിൻ്റെ പഴയ ഡയറക്ഷനിൽ നിന്ന് അത് ഡയറക്ഷൻ മാറി, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ചേഞ്ച് ചെയ്തു. എവിടെ? ഇൻ ദ സെക്കൻഡ് മീഡിയം. ദിസ് ഫിനോമിനൻ, ലൈറ്റിന്റെ ഈ ഫിനോമിനൻ, ഈ പ്രോപ്പർട്ടി ഈസ് കോൾഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ ടാ. അടുത്ത നമ്പർ സ്റ്റാർ 2. നേരത്തെ സ്റ്റാർ 1 എഴുതിയ പോലെ നോട്ടിൽ എഴുതുക, സ്റ്റാർ 2 എന്ന നമ്പർ എഴുതുക. ചോദ്യം കേട്ടോട്ടാ. വാട്ട് ഈസ് ദ റീസൺ ഫോർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്? ഒന്നുകൂടെ, വാട്ട് ഈസ് ദ, അതും അറിയണ്ടേ? വെറുതെ റിഫ്രാക്ഷൻ എന്ന് പഠിച്ചാൽ പോരല്ലോ, അതും അറിയണം. വാട്ട് ഈസ് ദ റീസൺ ഫോർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്? അപ്പൊ എഴുത്, നോട്ട്ബുക്കിൽ എഴുത്, സ്റ്റാർ 2 എന്ന് എഴുതുക. എന്നിട്ട് എഴുതിക്കോ, വാട്ട് ഈസ് ദ റീസൺ ഫോർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൊടുത്തോട്ടാ നോട്ട്ബുക്കിൽ. ഓക്കെ, ഇനി കേട്ടിരുന്നാൽ മതി, ഞാൻ പറയാം. റിഫ്രാക്ഷൻ ഈസ് ഡ്യൂ ടു, എങ്ങനെ? റിഫ്രാക്ഷൻ ഈസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ് when light enters from one transparent medium to another transparent medium. ഒന്നുകൂടെ കേൾക്കാം. Refraction is due to the change in the speed of light. Due to the change in the speed of light. എപ്പോ? when light enters from one transparent medium to another transparent medium. അതായത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ സ്പീഡിൽ, ലൈറ്റിൻ്റെ സ്പീഡിൽ വ്യത്യാസം വരും. ഈ മീഡിയം എയറിലെ ലൈറ്റിൻ്റെ സ്പീഡല്ല, ഗ്ലാസ്സിൽ ലൈറ്റിൻ്റെ സ്പീഡ്. അങ്ങനെ ലൈറ്റിൻ്റെ ആ സ്പീഡിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് എന്ത് സംഭവിക്കണത്? റിഫ്രാക്ഷൻ. അപ്പൊ റീസൺ അതാണ്. നോട്ട്ബുക്കിൽ എഴുതിക്കോ, റിഫ്രാക്ഷൻ ഈസ് ഡ്യൂ ടു, റിഫ്രാക്ഷൻ ഈസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ്. എപ്പോ? when light enters from one transparent medium to another transparent medium. എന്താ ട്രാൻസ്പാരന്റ് മീഡിയം എന്ന് വെച്ചാൽ? ലൈറ്റിനെ കടത്തിവിടുന്ന മീഡിയം, അതിൻ്റെ പേരാണ് ട്രാൻസ്പാരന്റ് മീഡിയം. അപ്പോഴേ ഒരു ട്രാൻസ്പാരന്റ് മീഡിയത്തിൽ നിന്ന് അടുത്ത ട്രാൻസ്പാരന്റ് മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ലൈറ്റിൻ്റെ സ്പീഡിലുണ്ടാവണ വ്യത്യാസം, അതുകൊണ്ടാണ് റിഫ്രാക്ഷൻ ഉണ്ടാവുന്നത്. എയറിൽ ലൈറ്റ് നല്ല സ്പീഡിൽ ട്രാവൽ ചെയ്യും, പക്ഷേ ഗ്ലാസ്സിൽ ലൈറ്റിൻ്റെ സ്പീഡ് കുറവായിരിക്കും. അതിനും കാരണമുണ്ട്. എയറിൽ പാർട്ടിക്കിൾസ് കുറവാണല്ലോ, ഗ്ലാസ് ആണെങ്കിലോ ഇവിടെ പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ്. ഗ്ലാസ്സിൽ എങ്ങനെയാ? ഗ്ലാസ് ഈസ് എ സോളിഡ്. അപ്പൊ ഗ്ലാസ്സിൽ പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ്. അപ്പൊ ഇവിടെ ഗ്ലാസ്സിൽ നിറച്ചും പാർട്ടിക്കിൾസ് ആയിരിക്കും. ആ പാർട്ടിക്കിൾസിനെ മറികടന്ന് വേണം ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ. അപ്പൊ ഇവിടെ ലൈറ്റിന്റെ സ്പീഡ് കുറയും. പക്ഷെ ഇവിടെ പാർട്ടിക്കിൾസ് ആർ ഫാർ അപ്പാർട്ട്. ആലോചിച്ച് നോക്ക്, എയർ ഈസ് എ ഗ്യാസ് ആകുമ്പോൾ അവിടെ പാർട്ടിക്കിൾസ് ആർ ഫാർ അപ്പാർട്ട്. അപ്പൊ ലൈറ്റിന് ഇവിടെ ഒബ്സ്റ്റക്കിൾസ് കുറവാണ്. ലൈറ്റിന് ഇവിടെ ഒബ്സ്റ്റക്കിൾസ്, അതായത് തടസ്സങ്ങൾ കുറവാണ്. അപ്പൊ ലൈറ്റ് എയറിലൂടെ നല്ല സ്പീഡിൽ ട്രാവൽ ചെയ്യും. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ആ സ്പീഡ് ഉണ്ടാവില്ല, സ്പീഡിൽ വ്യത്യാസം വരും. സ്പീഡിൽ വ്യത്യാസം വരുമ്പോൾ ആ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനിലും വ്യത്യാസം വരും. അങ്ങനെ സംഭവിക്കുന്നതാണ് റിഫ്രാക്ഷൻ. അപ്പൊ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവണം, റിഫ്രാക്ഷൻ ഈസ് ഡ്യൂ ടു the change in the speed of light as അല്ലെങ്കിൽ when light travels from
one transparent medium to another transparent medium. ഇന്ന് ഇത്രയും മതിട്ടാ. ഇനി സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ക്ലാസ് മുടങ്ങാതെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ക്ലാസ് ഒക്കെ മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ, കമൻറ്റും ചെയ്തോളൂ. കൂട്ടുകാർക്കും വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ.